നല്ല ഐശ്വര്യമുള്ള കുഞ്ഞ്. ഏതോ കൊള്ളാവുന്നവർക്ക് ജനിച്ചതാണ്. ആ, ഇതിന്റെ ഉടയക്കാരൻ എവിടെയാണോ എന്തോ. ഇനി ഇവൻ നമ്മുടേതാണ് അല്ലേ മോനെ? അമ്മനോട് പറയടാ ഞാൻ ഇവിടുത്തേതാണെന്ന്. കുഞ്ഞെ, നമുക്ക് ഇതിനൊരു രക്ഷ എഴുതി കെട്ടണം. എന്തിനാ? നല്ല തണ്ടുമുട്ടം പോലെ ഇരിക്കുമല്ലയോ. വല്ലവരും കണ്ണു വെച്ചാൽ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വരും. വേണ്ട പാറുമ്മേ, പ്രകാശേട്ടൻ കണ്ട അത് വലിച്ചു ദൂരെ അറിയും. അല്ല, നമുക്ക് ഇദ്ദേഹത്തിന് ഒരു പേരിടണ്ടേ? ഈ കുട്ടികൾക്ക് പേരിടുന്നത് 56-നോ 90-നോ? 56-ഉം 90-ഉം ഒന്നുമല്ല, 28-നാ പേരിടുന്നത്. ഈ പ്രകാശേട്ടൻ ഒരു ചുക്കും അറിയില്ല. ഞാനെങ്ങനെ അറിയാനാ? ഇവിടെ ഇതിനു മുമ്പ് പേരിടൽ വല്ലതും നടന്നിട്ടുണ്ടോ? ക്ഷമിക്കൂ സുജാതെ, ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നീ ഇത്ര സില്ലി ആയാലോ? ഒന്ന് ചിരിക്കടോ. മോനെ, അമ്മയുടെ കണ്ണിൽ എന്തോ പോയി. മോനെ നൂതി കൊടുത്തേ. ഇവനെ കണ്ട ഒരു 5-6 മാസം ഒന്നും തോന്നിക്കത്തില്ലേ? ഏതായാലും ഇനി വെച്ചോണ്ടിരിക്കണ്ട, നമുക്ക് നാളെ തന്നെ പേരിട്ട് കളയാം. എന്ത് പറയുന്നു? വളരെ നല്ലത്. പറോമേ, എന്താ സാറേ? നാളെ ഇവന്റെ പേരിടില്ല. അപ്പുറത്തുനിന്ന് ആ വാസുദേവൻ സാറിനെയും കുടുംബത്തെയും കൂടെ വിളിച്ചേക്കാം. ഒരു നല്ല പായസം റെഡിയാക്കി. പായസം ഒരു കപ്പ് കൂടി തരട്ടെ? വേണ്ട 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 വേണ്ട, എനിക്ക് ഷുഗറിൽ അല്പം യൂറിനുണ്ട്, അതുകൊണ്ട് ഇവള് സമ്മതിക്കൂല. എന്നെ പേടിച്ച് കഴിക്കാതിരിക്കണ്ട. പക്ഷെ രാത്രി പരിവശെടുക്കുന്നു പറഞ്ഞാലേ എന്റെ വിധം മാറും. ആട്ടെ സാറേ, നമുക്ക് ഇവനൊരു പേരിടണമല്ലോ. പേര് അത്യന്താധുനികമായിരിക്കണം. പറഞ്ഞോളൂ. ഹിമോഗ്ലോബിൻ. നല്ല പേര്. ഇതെങ്ങനെ വിളിക്കും? ഓനെ ഹിമോഗ്ലോബി എന്ന് വിളിക്കും. എന്താ? അതുപോലെ പട്ടിക്ക് വിടാം. ഞാനൊരു പേര് പറയാം, സുഗ്രീവൻ. കൊച്ചന്താടി കുരങ്ങു വർഗത്തിൽപ്പെട്ടാണോ? ഞാനൊരു പേര് പറയട്ടെ? പിന്നെ പാർവമ്മയ്ക്കും പറയാം, ഹരിഹരസുതൻ. അത് വളരെ നീണ്ടുപോയി പാർവമ്മേ. ഞാനൊരു പേര് പറയാം. കേൾക്കട്ടെ. പ്രിയദർശൻ. ഫൈൻ. പ്രിയദർശൻ, പ്രിയദർശൻ, പ്രിയദർശൻ. പാറുമേ, പ്രകാശനില്ലേ ഇവിടെ? കോളേജിൽ പോയിരിക്കുക, ഉണ്ണാൻ വരും. മോളെവിടെ? കുഞ്ഞിനെ കുളിപ്പിക്കുന്നു. കുഞ്ഞോ? ഏത് കുഞ്ഞ്? ഇവിടുത്തെ കുഞ്ഞ്. വന്നാട്ടെ. ഇതൊന്ന് അകത്തെടുത്തേക്ക്. മോനെ കുട്ടാ, ചിരിയടാ. സുജാതെ, ഏതാ ഈ കുട്ടി? ഇത് ഈ കുട്ടി ഏതാണാ ചോദിച്ചത്? പ്രകാശേട്ടൻ കോഴിക്കോട്ട് നിന്ന് ട്രെയിനിൽ വരുമ്പോ കമ്പാർട്ട്മെന്റിൽ ഈ കുഞ്ഞ് ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് കിടക്കുന്നു. എന്നിട്ട് പ്രകാശേട്ടൻ അവിടെയെല്ലാം ഇതിന്റെ അമ്മയെ നോക്കി, എങ്ങും കണ്ടില്ല. അതിന് വണ്ടി കിടന്ന കൊച്ചിന് അന്തസ്സുള്ള ആരെങ്കിലും വീട്ടിലേക്ക് എടുത്തോണ്ട് വരുമോ? നിന്റെ നേരെ തലക്ക് വട്ടാണോടി? ഇത്ര കൊച്ചു കുഞ്ഞ് ഉടയോരില്ലാതെ കരയുന്നത് കണ്ടപ്പോ. ഉടയോരില്ലാത്ത ഒത്തിരി പിള്ളേർ ഈ നാട്ടിലുണ്ട്, അതിനൊക്കെ ഇയാൾ ഇങ്ങോട്ട് പൊക്കിക്കൊണ്ടുവരും. ഇതിനെ കിട്ടിയിട്ട് എത്ര ദിവസമായിടി? 2 ആഴ്ച. എന്റെ കണിച്ചകുളങ്കര ഭഗവതി, 2 ആഴ്ചയായിട്ട് ഇതിനവിടെ വളർച്ചയായിരുന്നു. ഈ വിവരം ഞങ്ങളൊന്നും അറിയിക്കാമായിരുന്നില്ലേ? ആട്ടെ, ഇനി ഇതിനെ എന്ത് ചെയ്യാനാണ് പരിപാടി? ഇവിടെ വളർത്താമെന്നാ പ്രകാശേട്ടൻ പറയുന്നത്. അനാഥ കുഞ്ഞിനെ വളർത്താൻ ഇവിടെ പെടാത്ത പെണ്ണൊന്നുമില്ലല്ലോ. നിനക്കിതൊക്കെ വരണമടി. കല്യാണം കഴിഞ്ഞത് മുതൽ ആസൂത്രണം എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നില്ലേ? ഇപ്പൊ പേറ്റുന്നോ അറിയാതെ ഒന്നിനെ വളർത്താൻ കിട്ടിയില്ലേ? ചുമന്നോ. അവനിങ്ങ് വരട്ടടി, ഞാൻ ഇതിന് പരിഹാരം കണ്ടിട്ട് ഇന്ന് ഇവിടുന്ന് പോകുന്നു. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ അന്നേ ഇത് പറഞ്ഞു വിലക്കിയേനെ. പറവമ്മേ,
അതിപ്പോ കൊച്ചമ്മ പറയുന്ന പോലെ എനിക്ക് പറയാൻ പറ്റുമോ? എത്രയായാലും ഞാൻ ഇവിടുത്തെ വേലക്കാരിയല്ലയോ. ആ അമ്മയോ? അമ്മ എപ്പോ വന്നു? അമ്മാവനും ഉണ്ട്. ഇതെവിടെ? ഊണ് കഴിഞ്ഞ് ഉറങ്ങുന്നു. ആ സുജാതെ, ഇതെല്ലാം പ്രിയനുള്ള ഉടുപ്പുകളാ. ആഹാ, അപ്പൊ ഇതിന് പേര് വെച്ചോ? അതെ അമ്മേ, പ്രിയദർശൻ എന്നാണ് മുഴുവൻ പേര്. ഞങ്ങൾ അവനെ പ്രിയൻ എന്ന് വിളിക്കും. സുജാത എല്ലാം പറഞ്ഞില്ലേ? നീ എന്തൊക്കെയാ പ്രകാശ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഈ അനാഥ കുഞ്ഞിനെ ദത്തെടുക്കേണ്ട വല്ല കാര്യം ഈ വീട്ടിലുണ്ടോ? അത് അമ്മ വിചാരിക്കുന്ന പോലെ അത്ര നിന്ദ്യമായ കാര്യമൊന്നുമല്ല. നിന്ദ്യമായ കാര്യം തന്നെയാണ്. ഇത് തറവാട്ടുകാർക്ക് ചേർന്ന നടപടി അല്ല പ്രകാശ. ഒരു അനാഥ കുഞ്ഞിന് അഭയം കൊടുക്കുന്നത് തെറ്റാണോ അമ്മാവ? ഇത്തരം കുഞ്ഞുങ്ങളെ വളർത്താനാണ് അനാഥാലയം. ഇതിനെ അവിടെ ഏൽപ്പിക്കണം. അവൻ ഇപ്പൊ അനാഥനല്ല, ഞങ്ങളുടെ മകനാണ്. അത് നിന്റെ അഭിപ്രായം. പക്ഷേ ഒടേക്കാരില്ലാത്ത കൊച്ചിന്റെ തീട്ടവും മൂത്രവും കോരാൻ വേണ്ടിയല്ല ഞങ്ങൾ നിനക്ക് പെണ്ണ് തന്നു. സുജാതയ്ക്ക് എതിർപ്പില്ലെങ്കിലോ? നിന്നെ പേടിച്ച് പറയാതിരിക്കുന്നതാണെങ്കിലോ? പേടിക്കാൻ ഞാനെന്താ കടുവായ കൂലിയ മറ്റാണോ? അമ്മാവൻ പറയുന്നതനുസരിച്ച് ഇതിനെ അങ്ങ് ഉപേക്ഷിച്ചൂടെ? ക്ഷമിക്കണം അമ്മേ, ഞാനത് ഒരിക്കലും ചെയ്യില്ല. എനിക്കത് ബുദ്ധിമുട്ടാണ്. തെറ്റ് തിരുത്തുന്നതേ ബുദ്ധിമുട്ടല്ല, ബുദ്ധിയാണ്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പ്രായത്തിന്റെ വിവരമെങ്കിലും ഞങ്ങൾക്കുണ്ടല്ലോ. പ്രായവും വിവരവും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഇതിന് മറുപടി പറയാൻ അറിയാഞ്ഞിട്ടല്ല, പറഞ്ഞാൽ കൂടിപ്പോവും. സരസ്വതി, വാ നമുക്കിറങ്ങാം. നാളെ പോയാ പോരെ അമ്മവാ? മാനവും മര്യാദ ഉള്ളവർക്ക് എങ്ങനെ ഇവിടെ കഴിയാൻ പറ്റും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ സന്തതിയെ ഇവിടെ കാണരുത്. കണ്ടാൽ അപ്പോഴറിയാം. വാ. ചേട്ടാ, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. നമ്മളെക്കാൾ പ്രായവും അറിവുള്ളവരാണവർ. ഈ കുഞ്ഞിനെ പറ്റി അവര് പറയുന്നതിലും കാര്യമില്ലേ? സുജാതെ, പെണ്ണുങ്ങൾ പറഞ്ഞതല്ല. വരൂ, ഊണ് കഴിക്കാം. ലോകത്തെല്ലാവരും നിന്റെ കത്തുകളാണല്ലോ മോനെ. ഇതെന്താ പറയുന്നേ? കുറച്ച് മാങ്ങയാ. എവിടെന്നാ? സുജാത കുഞ്ഞിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. അപ്പോ ഞാൻ സിനിമയ്ക്ക് ടിക്കറ്റ് റിസർവ് ചെയ്ത് വരാം. ശരി. എന്താ പറയുന്നേ? അവിടെ ഒരു ഒച്ചനാളും ഒക്കെ കേട്ടല്ലോ. ഓ, ചട്ടിയും കലവും ഒക്കെ അല്ലേ, തട്ടിയും മുട്ടിയും ഇരിക്കും. ആ കൊച്ചിന്റെ കാര്യമായിരിക്കും. വാ, ചോദിക്കട്ടെ. എടീ, ഭർത്താവിനെ കീഴ്പ്പെടുത്തുന്നതാണ് നായർ പെണ്ണിന്റെ മിടുക്ക്. പക്ഷേ നിന്റെ മോക്ക് അതിനും നട്ടല്ലില്ലല്ലോ. നിനക്കൊരു കാര്യം ചെയ്യാമോ? എന്താ ചേട്ടാ? ഇന്ന് തന്നെ ഒരു എഴുത്തെഴുതിയത്. തന്തയില്ലാത്ത ആ കൊച്ചിനെ കളഞ്ഞില്ലെങ്കിൽ അവൾ വഴിയാധാരമാകുന്നു. അല്ല, ഇതാരും നമ്മുടെ മാധവന്മാരല്ലേ? വന്നാട്ടെ വന്നാട്ടെ. ഇങ്ങോട്ടിരിക്കാലോ. ചേച്ചി അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. സത്യം പറഞ്ഞ എനിക്ക് ആദ്യം കണ്ടപ്പോ ആളെ മനസ്സിലായില്ല. എന്തു പറ്റി? ഓ, എനിക്കങ്ങനെ ക്ഷീണമൊന്നുമില്ല. കണ്ടിട്ട് കുറച്ചു നാളായില്ലേ, അതുകൊണ്ട് തോന്നിയതായിരിക്കും. അല്ല, മാധവൻ നായർ എന്ന് വന്നു? ഇന്നലെ. ലീവ് എത്ര നാളത്തേക്കുണ്ട്? ഇനി അങ്ങോട്ട് ലീവ് തന്നെ ചേട്ടാ. അതെന്താ? ഞാൻ സർവീസിൽ നിന്നും പിരിഞ്ഞു. അതേതായാലും നന്നായി. പറമ്പിലെ പണികളും നോക്കി ഇനി ഇവിടെ സുഖമായി കഴിയാമല്ലോ. അത് തന്നെയാ എന്റെയും തീരുമാനം. ഇനിയും ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയാനാണോ? ഒരു സംബന്ധമൊക്കെ കഴിക്കണ്ടേ? ചേച്ചി, ഞാനൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെ മകളെ. കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ നടന്നില്ല. ഇതൊക്കെ ഒരുതരം ഭാഗ്യക്കുറിയല്ലേ ചേച്ചി? ഇനി ജീവിതത്തിൽ ഒരു കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്കുക. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ മാധവൻ നായരെ? അതൊക്കെ പോട്ടെ. ആ, സുജാതയ്ക്ക് സുഖം തന്നെയല്ലേ? ആദ്യത്തെ കുട്ടി മോനോ മോളോ? അവൾ ഇതുവരെ പ്രസവിച്ചില്ല. ഓ, പ്ലാനിങ് ആയിരിക്കും. അല്ല ചേട്ടാ, ഇവിടെ തന്നെ ഇരുന്നാ മതിയോ? എഴുന്നേറ്റേ, നമ്മളൊന്ന് കൂടിയിട്ട് ഒത്തിരി നാളായില്ലേ? മാധവൻ നായർ വരുമ്പോഴേ എനിക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉള്ളൂ. സരസ്വതി, ഞാനൊന്ന് ഇറങ്ങിയിട്ട് വരാം. പറ്റേ ചേച്ചി.
ജി സാർ. നമസ്കാരം. ഇദ്ദേഹത്തെ എനിക്ക് മനസ്സിലായില്ല. ചേർന്നിരിക്കേ. ഇവൻ ദാസപ്പൻ, പട്ടാളത്തിൽ എന്റെ കീഴിലുണ്ടായിരുന്നവനാ. സാബിന്റെ PSP ആയിരുന്നു, അതായത് പേഴ്സണൽ ഷൂ പോളിഷ്. അത് ശരി. ഞാൻ പോന്നപ്പോ കൂടെ കൂട്ടിക്കൊണ്ട് പോന്നു. എടാ, ഇത് ശങ്കരൻ ചേട്ടൻ, ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇടുക്കിക്ക് അങ്കിൾ. ആ അത് തന്നെ. ഇവൻ ആള് കൊള്ളാമല്ലോ മാധവന്നാരെ. ഇന്ന് എന്തുവാടാ സ്പെഷ്യൽ? 4 കാക്കയെ വെടിവെച്ച് പിടിച്ചു സാബ്, അതുകൊണ്ടൊരു തീയിൽ വെച്ചിട്ടുണ്ട്. നീ വെടിയും വെക്കും? വെക്കും സാബ്, അതെന്റെ ഒരു ഹോബിയാണ്. ഉണ്ണുന്നതിന് മുൻപ് ഓരോ സ്മോൾ. എന്താ അത് പിന്നെ ചോദിക്കാനുണ്ടോ? ദാസപ്പാ. ഓക്കെ സാബ്. മാധവനാരെ, എന്റെ അനന്തരവള് ഒരു ഭാഗ്യദോഷിയാ. അതെന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞത്? അവള് മഹാറാണിയെ പോലെ ഈ ബംഗ്ലാവിൽ കഴിയേണ്ടതല്ലായിരുന്നു. അതൊക്കെ വിധിയാ ചേട്ടാ. എവിടെയായാലും അവൾ സന്തോഷമായിട്ട് കഴിയുന്നല്ലോ. സന്തോഷം. ആ കുഞ്ഞ് അവിടെ വളർന്നാൽ നിന്റെ കുടുംബജീവിതം തകരാറിലാകുമെന്ന് അമ്മാവൻ പറയുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞില്ല. അതേക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഒരു മനസമാധാനവും ഇല്ല. അതുകൊണ്ട് ഈ എഴുത്ത് കിട്ടിയാലുടനെ പ്രകാശനോട് പറഞ്ഞ് ആ കൊച്ചിനെ വല്ല അനാഥായത്തിനും കൊടുപ്പിക്കണം എന്ന് സ്വന്തം അമ്മ. മാനോ മര്യാദ ഉള്ളവർക്ക് എങ്ങനെ ഇവിടെ കഴിയാൻ പറ്റുമടി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അടുത്ത പ്രാവശ്യം വരുമ്പോ ഈ സന്തതിയെ ഇവിടെ കാണരുത്. കണ്ടാൽ അപ്പോഴറിയാം. മോനുകുട്ടാ, സുജാത കുഞ്ഞ്, ഇതിന് കുളിപ്പിക്കണ്ടേ? നിങ്ങൾ തന്നെ കുളിപ്പിച്ചാ മതി. പറഞ്ഞത് കേട്ടില്ലേ? ഓ, സുജാതെ, ഇതെല്ലാം പ്രിയനുള്ള തുണികളാ. എല്ലാ കളറും ഉണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ തയ്പ്പിച്ചോളൂ. അമ്മയുടെ കത്താണോ? അതെ. വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. മോൻ എന്ത് ചെയ്യേ? മോനെ, നിനക്കിതൊക്കെ വരണമടി. കല്യാണം കഴിഞ്ഞത് മുതൽ ആസൂത്രണം എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നില്ലേ? ഇപ്പൊ പേറ്റുന്നത് അറിയാതെ ഒന്നിനെ വളർത്താൻ കിട്ടിയില്ലേ? ചുമന്നോ ചുമന്നോ. ചേട്ടാ, അന്നത്തെ ടെസ്റ്റിന്റെ റിസൾട്ട് ശരിയായിരുന്നു. ഏത് ടെസ്റ്റ്? ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടുതന്നെ ടെസ്റ്റ് ചെയ്യിച്ചില്ലേ? ഓ, അതോ, അത് ശരിയായിരുന്നല്ലോ. എന്താ നീ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? അല്ല, ടെസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ചു നാളായല്ലോ. അത് ഈ കാര്യമൊന്നുമില്ല സുജാതെ. ലേറ്റ് ആയിട്ട് എത്രയോ സ്ത്രീകളെ പ്രസവിച്ചിരിക്കുന്നു. നീ പോയി ചോറോളന്നു. വരണം മിസ്റ്റർ പ്രകാശൻ. സുജാത ഇവിടെ ഇരിക്കും. പ്ലീസ് ഇട്ടോ. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? 1.5 വർഷമായി. വൈഫിന് എപ്പോഴെങ്കിലും അബോർഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഐ എം സോറി മിസ്റ്റർ പ്രകാശ്. നിങ്ങളുടെ വൈഫിന് മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ് യൂട്രസ് ആണുള്ളത്. അതുകൊണ്ട് അവരൊരിക്കലും ഗർഭം ധരിക്കില്ല. ഡോക്ടർ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഫീലിംഗ് മിസ്റ്റർ പ്രകാശ്. മെഡിക്കൽ സയൻസിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡോക്ടർ, ഒരു അപേക്ഷയുണ്ട്. ഈ സത്യം ഒരിക്കലും സുജാത അറിയരുത്. ജീവിതത്തിൽ ഒരിക്കലും ഒരമ്മയാകാൻ കഴിയില്ലെന്നറിഞ്ഞാൽ അവളെ സഹിക്കില്ല. പ്ലീസ് ഡോക്ടർ. ഞാൻ ഒരിക്കലും അവരോട് ഇത് പറയില്ല. യു ക്യാൻ ബിലീവ്. ചേട്ടാ, ഡോക്ടർ എന്ത് പറഞ്ഞു? ഒന്നും പേടിക്കാനില്ല. നിനക്ക് യാതൊരു കുഴപ്പമില്ല. യു ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. നേരാണോ ചേട്ടാ? നിന്നോട് ഞാൻ ഒന്ന് പറയൂ. വാ. ചേട്ടാ,
അല്ല, പ്രകാശൻ സാർ വേർപെട്ട് വരുന്നു. പ്രിയൻ ഒന്ന് രണ്ട് ടോയ്സ് വാങ്ങാൻ പോയോ? ഓ, ആ കുട്ടിക്കിടാൻ പ്രിയൻ എന്നതിനേക്കാൾ നല്ലൊരു പേരുണ്ടായിരുന്നു. എന്താ? കർണൻ. തന്തയും തള്ളയില്ലാതെ അനാഥമായിട്ട് വഴി കിടന്ന് കിട്ടിയതല്ലേ, അപ്പൊ അതായിരുന്നു ആപ്റ്റ് പേര്. എന്റെ കുഞ്ഞ് അനാഥനല്ല, അവന് തന്തയുണ്ട് തള്ളയുണ്ട്. ഞാനാണ് അവന്റെ തന്ത, എന്റെ ഭാര്യ അവന്റെ തള്ളയെ. മനസ്സിലായോ? ഞാൻ പോട്ടെ സാറേ. ശരി. താൻ അങ്ങനെ പറയണ്ടായിരുന്നു. എന്താ പറഞ്ഞാൽ? സാറേ, അയാളാണ് ആ കൊച്ചിന്റെ തണ്ട. കുറച്ച് കഴിയട്ടെ, കോഴിക്കോട്ട് നിന്നും അതിന്റെ തള്ള പാട്ടും പാടി ഇങ്ങ് എത്തും. അപ്പൊ മനസ്സിലാവും ആ വെളുത്ത ഉടുപ്പിനകത്ത് കറുത്ത മനസ്സാണെന്നുള്ളത്. ഇന്ന് അമ്മയുടെ കത്തുണ്ടായിരുന്നു. ഇവൻ പിന്നെ ഛർദിച്ചോ? ആ ചോദിച്ച കേട്ടില്ലേ? ഇല്ല. വിശേഷമൊന്നുമില്ലല്ലോ. ആർക്ക്? പ്രിയന്. ആ പിന്നെ ഇവിടെ അടുത്ത ഏതോ വീട്ടിൽ 5-ാം പനിയുണ്ട്. കുഞ്ഞിനെ സൂക്ഷിച്ചോണം. നീ എന്തായി കാണിച്ചത്? ഇരുട്ട് കണ്ട കുഞ്ഞിന് പേടിയാവില്ലേ? അല്ല ഇരുട്ടെ. അയ്യോ, ചോറിരുന്ന് തണുക്കുന്നു. വരും ചേട്ടാ, ഊണ് കഴിക്കാം. നീ ഇവന്റെ കളിയും ചിരിയെ കണ്ടോ? അപ്പോ നിങ്ങൾ ഇതിനെ വളർത്താൻ തന്നെ തീരുമാനിച്ചു അല്ലേ? അമ്മാവനോ? അതേടി, നിനക്ക് ഞാൻ 2 എഴുത്തയച്ചു. നീ എന്താ മറുപടി അയക്കാതിരുന്നത്? അത് ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ല അല്ലേ? എന്താണ് അമ്മാവ, എന്താ കാര്യം? ഇവൾക്ക് തന്നോട് പറയാൻ പേടിയായിരിക്കും, അതുകൊണ്ട് നേരിട്ട് പറയാനാണ് ഞാൻ വന്നത്. ഈ കൊച്ചിനെ എന്ത് ചെയ്യാനാണ് തന്റെ ഭാവം? വളർത്താൻ. ഇവൻ ഞങ്ങളുടെ മോനല്ലേ? ഞങ്ങളുടെയോ? അതിന് സുജാത പ്രസവിച്ചിട്ടില്ലല്ലോ. പക്ഷേ അവളാണ് ഇവനെ വളർത്തുന്നത്. പിഴച്ചുണ്ടായ സന്തതിയെ വളർത്താനല്ല എന്റെ അനന്തരവളെ തനിക്ക് തന്നത്. മനസ്സിലായില്ല. ഈ നശൂലത്തെ എവിടെയാന്ന് വെച്ചാൽ കൊണ്ട് കളയണം. അമ്മാവ, ഇവൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി പോയി. ഇനി ഇവനെ കളയാൻ സാധ്യമല്ല. തലം മാറി വന്നപ്പം മാത്രം വണ്ടിയിൽ എങ്ങനെ കിട്ടി? എടി കഴുതേ, ആ കുഞ്ഞ് അവന്റെ രഹസ്യക്കാരിൽ ഉണ്ടായതാ. അവൾ അവന്റെ തലയിൽ കെട്ടി വെച്ചിരിക്കുക. പുറകെ അവളും വരും. നിനക്ക് ഈ വീട്ടിൽ കഴിയണമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഇവിടുന്ന് കളയണം.